ദൈവമേ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ രാജാവും കർത്താവുമായ യഹോവയാം ദൈവമേ, ഞങ്ങളെ വാഴ്ത്തി സ്തുതിക്കുന്നു. സ്വർഗത്തിനും ഭൂമിയിലുള്ള സകല അധികാരമുള്ള രക്ഷകനാമെന്ന കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിനായി അങ്ങേ വീണ്ടും മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെല്ലായ്പ്പോഴും ശക്തീകരിക്കുന്ന ദൈവമേ, പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രത്യേക ദൈവമേ, ഈ ആലയത്തെയും പ്രത്യേകിച്ച് ദൈവമേ, അവിടുത്തെ മഹാകൃപയാലും അനുഗ്രഹത്താലും സഹായത്താലും ദൈവമേ, വരുന്ന നാളുകളിലും ഇപ്പോൾ ആയിരിക്കുന്ന പ്രിയുന്ന ദാസനും ശുശ്രൂഷകർക്ക് താമസിക്കാനുള്ള ഒരു മനോഹരമായ ഒരു മിഷൻ വീട് പണിയുവാൻ തക്കവണ്ണം ഇടയാക്കി അതിനെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അവതരിപ്പാൻ വേണ്ടി ഞങ്ങളുടെ ആയിരിക്കുന്ന ഞങ്ങളുടെ മഹായുടെ അഭ്യ തിരുവേദിക്കായി എസ് ഫ്രാൻസിസ് തിരുവേദിക്കായി സ്തോത്രം ചെയ്യുകയാണ്. സർവശക്തനാം ദൈവമേ, അവിടുത്തെ വലിയ കൃപയും സാന്നിധ്യം അനുഭവിച്ച ശുശ്രൂഷ ചെയ്യുവാൻ കൃപ ചെയ്യുമല്ലോ. ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമല്ലോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു പാട്ടിൻ്റെ ക്രിസ്തീയ ഗീതം 25-ൻ്റെ 1 ലാസ്റ്റത്തെ 2 ചരണങ്ങൾ പാടാം. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ കഞ്ചനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ ലോകപാപചുമടിനെ ശിരസു കൊണ്ടു ചുമന്നോഴി പാപിന് കുരിശെടുത്തു ഗോൽഗോഥാവിൽ പോയോനെ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശുനാമത്തിനു ജയം അല്ലലെല്ലാമാവൻ കളയുമേ. യേശു രാജാവിനോശന നല്ലവന യേശുനാഥൻ വരും സർവവല്ലഭ യേശുവേ വേഗം വരണമേ. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരെ കുടുംബങ്ങളായി വസിക്കുമാറാക്കുന്ന നിത്യദൈവമേ, ഈ മിഷൻ വീടിന്റെ പണി പൂർത്തിയാക്കുവാൻ അങ്ങിൽ നിന്ന് ലഭിച്ച എല്ലാ നന്മകൾക്കും നടത്തിപ്പുകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കുമായി ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. ഇപ്പോൾ ഈ ഭവനത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്കായി കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ മധ്യത്തിൽ കൃപയാൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവേ,
നീ വീടിൻ്റെ ശുദ്ധീകരിക്കുകയും ഈ വീടിന് നാഥനായ നിമിതിൽ വസിക്കുകയും ചെയ്യണമെന്ന് നസ്രയത്തിലെ ഭവനത്തിന് നാഥനായിരുന്ന യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈ ഭവനത്തിനും ഇതിൽ പാർക്കുന്നവർക്കും പ്രവേശിക്കുന്നവർക്കും എന്നേക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമ മഹത്വത്തിനും കലാകാലങ്ങളിലൂടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്നത് ശുശ്രൂഷയുടെ അധിവാസനുമായി ഈ ഭവനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം പ്രതിഷ്ഠിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഇത് ഓപ്പണാണോ തുറന്നാണോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. 263 ഗീതം നമുക്ക് പാടിക്കൊണ്ട് പ്രവേശിക്കാം. വരികദാസരിൻ വീടിതിൽ. വരികദാസരിൻ വീടിതിൽ മഹത്വദേവ ഇന്നേരത്തിൽ വരികദാസരിൻ വീടിതിൽ ഇതു നിന്നോട് വീടാകുവാൻ ഇതിൽ നിൻ കീർത്തി ഇടുവാൻ സ്തുതിയാപേക്ഷകൾ ദിനം പ്രതി ഇതിൽ മോദമായി കഴിച്ചിടുവാൻ വരികദാസരിൻ വീടിൽ ദേവായി നേരത്തിൽ വരികദാസരിൻ വീടിൽ ഇതിൽ പരിശുദ്ധം കൂടുവാൻ ഇതിൽ നിൻ മക്കൾ വാണിടുവാൻ ഇതിൽ സന്തോഷവും സമാധാനവും ഇതു മുതൽ വസിച്ചിടുവാൻ വരികദാസരിൻ വീടിൽ ദേവായി നേരത്തിൽ വരികദാസരിൻ വീടിൽ തിരുകൃപ നിഴലാകുവാൻ തിരുദൂതർ കാവലാകുവാൻ തിരുസുതൻ തുണയാകുവാൻ
തിരുശുദ്ധപ്പൻ വാണിടുവാൻ വരിക ദാസരിൻ വീടിത് മഹത്വദേവ ഇന്നേരത്തിൽ വരിക ദാസരിൻ വീടിത്. നമുക്ക് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന് നാഥ് വന്നവനും വാഴ്ത്തപ്പെടുവനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങൾ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥനയ്ക്ക് നമുക്ക് വീണ്ടും തലകളെ വണക്കാം. കർത്താവേ, ഞങ്ങളുടെ സകല പ്രവൃത്തികളും ഞങ്ങൾ അങ്ങിലാരംഭിച്ച് നടത്തി അവസാനിപ്പിച്ച ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒടുക്കം അവിടുത്തെ കരുണ കൊണ്ട് നിത്യജീവൻ ലഭിക്കുവാനും ഞങ്ങൾ ചെയ്യുന്നതിലൊക്കെയും അവിടുത്തെ മഹാൻപുള്ള കൃപ കൊണ്ട് ഞങ്ങളെ മുമ്പിടുകയും ഇടപെടാതെ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമസിയ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സങ്കേതവും ബലവുമാകുന്ന കർത്താവേ, ഞങ്ങളുടെ ദൈനംദിന കർത്തവ്യങ്ങളിൽ നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ കുടുംബത്തിന്റെ നാഥനും ഈ ഭവനത്തിന് രക്ഷകനുമായി നിന്നെ അംഗീകരിക്കുവാൻ ഈ വീട്ടിൽ പാർക്കുന്ന മക്കൾക്ക് നിരന്തരമായ ആശ്രയവും വിനയവും വിശ്വസ്തതയും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് 23-ാം സങ്കീർത്തനം ഒരുമിച്ച് ചൊല്ലാം. സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് ചൊല്ലാം. അതിനുശേഷം ഫിലിപ്പിയ ലേഖനം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഭേദഭാഗമായിട്ടും വായിക്കും. സങ്കീർത്തനം 23 ചേർന്ന് ചൊല്ലാം. എനിക്ക് മുട്ടുണ്ടാകില്ല, പച്ചയായ വെളിപ്പുറങ്ങളെ കടത്തുന്നു, സ്വസ്ത്രവെള്ളത്തിലേക്ക് നടത്തുന്നു. എന്റെ പ്രാണനെ വന്ദനപ്പിക്കുന്നു, തിരുനാഥത്തിന്റെ നീതിപാതകൾ നടത്തുന്നു. കുരികൾ താഴും കുര നടന്നാലും ഞാൻ ഒരർത്ഥം ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലിനെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കളാകെ നിനക്ക് വരുന്നൊരുക്കുന്നു. എന്റെ തലയെ എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും ആഷ്കാലം എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. വേദഭാഗം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള ദൈവത്തിന്റെ വചനങ്ങൾ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാനെടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും വിനവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും.
ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായത് ഒക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുകയും. ഇവിടെ വായിക്കേണ്ടതായിരുന്നു വായിച്ചു നോക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോസ്തലിക വിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചനാദ്യം ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഭർത്താവായ യേശുമിശിഹാ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ പായപ്പെട്ട് ജനിച്ചു. പന്തിയോസ് പിലാത്തോസിനെ കൃഷിപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ പിന്നെ ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തനായ പിതാവായ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്നുള്ളവരെ മരിച്ചവരെയും ന്യായപാലനം ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാമോഹനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ദൈവമേ, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ നിങ്ങൾ നല്ലോ വരുന്നത് നിന്റെ മഹത്വത്തിനും നിന്റെ മക്കളുടെ അധിവാസത്തിനുമായി, പ്രത്യേകിച്ച് ഇവിടെ കലാകാലങ്ങളിൽ ഇവിടെ താമസിക്കുന്ന ശുശ്രൂഷയുടെ അധിവാസത്തിനായി ഈ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കുന്നത് നിങ്ങൾ ലഭിച്ചില്ല നടത്തിപ്പുകൾക്ക് നന്മകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളുടെ അധ്വാനത്തെ കൈക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും നിരൂപിക്കുകയും ചെയ്യുന്നതിനപ്പുറമായി ഈ മിഷിമേടിനെയും ഇതിൽ പാർക്കുന്നവരെ അനുഗ്രഹിച്ച് നിന്റെ മഹത്വത്തിനെ ഉപയോഗിപ്പാൻ നിനക്കിഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങളെ ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നീ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ അധ്വാനിക്കുന്നു. നീ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. ഈ മിഷൻ വീടിൻ്റെ പണിക്ക് ഇതിനെ സഹായിച്ച എല്ലാവർക്കുമായി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിന് സംഭാവനകൾ നൽകിയവർ, മറ്റ് പലവിധമായ സംഭാവനകൾ നൽകിയവർ, വസ്തുക്കളായും പ്രാർത്ഥിച്ചവർ, അധ്വാനിച്ചവർ എല്ലാവരെയും ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. അവരുടെ മേലും ഈ പാഴ്സണിൻ്റെ നിർമ്മാണത്തിൽ സഹായിച്ചില്ല അവരുടെ മേലും ഉണ്ടായിരുന്ന നിന്റെ കരുതലിനായും സംരക്ഷണമായി ഞങ്ങൾ നിനക്ക് നന്ദി കരയേറ്റുന്നു. നിന്നോട് എന്ന് നന്ദിയുള്ളവരായിരിക്കുവാനും ഇനിയും സഹായിപ്പാൻ നിന്റെ കരം ശക്തമാണെന്ന് ഉറപ്പുള്ളവരായിരിക്കുവാനും നിന്റെ പൂർണ്ണഗത നിറവേറ്റുവാൻ സദാസന്നദ്ധരായിരിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സ്വീകരണം ഒരു നാം പ്രതീക്ഷിച്ച് വേർതിരിക്കുന്നു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര സുഖവും മനോഹരമാകുന്നു. ഈ സ്വീകരണ മുറിയിൽ വെച്ചുള്ള എല്ലാ സംഭാഷണങ്ങളും ഇടപാടുകളും കർത്താവേ അങ്ങേക്ക് മഹത്വം കരയറ്റുന്നതിനും പ്രസാദകരവും ആയിത്തീരേണ്ടതിന് അതിഥികളെയും ആതിഥേയരെയും തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമേ. അന്യോന്യമുള്ളതായ വിശ്വസ്തയിൽ നിലനിൽക്കുവാനും സ്നേഹബന്ധത്തിൽ വളരുവാനും സർവശക്തനാന്തിവയെ കൂട്ടായ്മ നിലനിൽക്കുവാനും പരസ്പരം അഭിനന്ദിക്കുവാനും അഭിവൃദ്ധിപ്പെടുത്തുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്നയോളം തുണച്ചോൻ എന്നുള്ള പാട്ടിൻ്റെ ആദ്യത്തെ ചരണം. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് മുറിയുണ്ടോ? പ്രാർത്ഥനയ്ക്ക് പ്രത്യേക മുറിയുണ്ടോ? ഇല്ല. എവിടെയാ പ്രാർത്ഥിക്കുന്നത്? ഇവിടെ തന്നെ. അതോ അപ്പുറത്തോ? ഇവിടെ പ്രാർത്ഥന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഈ ഇടം നാം പ്രതീക്ഷിച്ച് വേർതിരിക്കുന്നു.
ഞങ്ങളുടെ സൃഷ്ടാവും എടുപ്പുകാരനും പരിപാലകനുമായ ദൈവമേ, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായുള്ള ഈ സ്ഥലത്തെ നിന്റെ സാന്നിധ്യം നിന്റെ ദാസരെ രൂപാന്തരപ്പെടുത്തി അവർ പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവസംസർഗം അനുഭവിക്കുവാനും ബുദ്ധിശക്തി പ്രാപിക്കുവാനും സഹായിക്കണമേ. ആത്മാവിലും സത്യത്തിലും ഇവിടെ അർപ്പിക്കപ്പെടുന്ന ആരാധന നിനക്ക് പ്രസാദമായ യാഗമായി സ്വീകരിച്ച് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കിടപ്പുമുറി നാം പ്രതീക്ഷിച്ച് വേർതിരിക്കുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, നിന്റെ സാന്നിധ്യം പ്രയാസങ്ങളിൽ നിന്ന് വിടുതലും ഹൃദയത്തിന് സമാധാനവും നൽകുന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കിടക്കമേൽ ഹൃദയം ധ്യാനിച്ച് മൗനമായിരിക്കുവാനും സമാധാനത്തിൽ വിശ്രമിച്ച് പൊതുശക്തിയും ചൈതന്യം പ്രാപിക്കുവാനും അവിടുത്തെ മക്കളെ സഹായിക്കുമാറാകണമേ. നിന്റെ മക്കൾ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലായ്പ്പോഴും തിരുസാന്നിധ്യം നിന്റെ മക്കൾക്ക് അവർ കോട്ടയായിരിക്കണമെന്ന് യേശു മശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കിടപ്പുമുറി നാം പ്രതീക്ഷിച്ച് വേർതിരിക്കുന്നു. ഇവിടെയും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. പൊതുശക്തി ലഭിക്കുന്നതിന് അങ്ങയുടെ മക്കളുടെ വിശ്രാമത്തെയും ഉറക്കത്തെയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ കിടക്കമേൽ അങ്ങയെ കുറിച്ച് ധ്യാനിച്ച് മൗനമായിരിക്കാൻ അവർക്ക് ക്രമ നൽകണമേ. ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാ കാലങ്ങളിലും അവരോട് കൂടെയുള്ള അവന്റെ സാന്നിധ്യം അവർക്കൊരു കോട്ടയായിരിക്കണമേ. ഡൈനിങ്ങാണ് അതോ ഓഫീസ് ഓക്കെ ഓഫീസ്
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യോബി സ്മരണ നാം പ്രതീക്ഷിച്ച് വേർതിരിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുത്തെ ദിവ്യകരുണയാൽ വിവിധ സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും അവിടുത്തെ ഹിതാനുസരണം പ്രവർത്തിക്കുവാൻ അവിടെ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവല്ലോ. ദൈവമഹത്വത്തിനും ജനങ്ങളുടെ സേവനത്തിനും വേണ്ടി ഉദ്യമിക്കുവാൻ ഇവിടെ പ്രവർത്തിക്കുന്നതായ നിന്റെ എല്ലാ ശുശ്രൂഷകളെയും സഹായിക്കുമാറാകണമേ. ഇവിടെ നടക്കുന്നതായ പ്രവർത്തനങ്ങളെ ആശീർവദിച്ച് ഐശ്വര്യപ്പെടുത്തുമാറാകണമേ. ഇവിടെ വെച്ചുള്ള എല്ലാ ഏർപ്പാടുകളും അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കുവാൻ അവിടുത്തെ മക്കൾക്ക് ആവശ്യമായ ദൈവിക ജ്ഞാനവും ശക്തിയും നൽകണമെന്ന് യേശു മെസ്സിയാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ഡൈനിഹാളം പ്രദർശിച്ച് വേർതിരിക്കുന്നു. ദിനംതോറും ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നൽകി തരുന്ന നല്ല ദൈവമേ, നിന്റെ മക്കൾക്ക് നീ നൽകുന്ന ആഹാര വിഭാഗങ്ങളെ എപ്പോഴും അവരുടെ ഉപകാരത്തിനായി അനുഗ്രഹിച്ചു കൊടുക്കണമേ. നീ അവർക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായിരിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കുവാൻ അവർക്ക് ആഗ്രഹവും സന്തോഷം മനസ്സും നൽകണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിൻ സിംഹാസനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ അടുക്കള മുറി നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു.
ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിന്റെ ധനത്തിനൊത്തവണ്ണം നിറവേറ്റി തരുന്ന ദൈവമേ, ഈ ഭവനത്തിലുള്ളവർക്ക് രുചികരമായ ആഹാരം പാകം ചെയ്യുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുടെ കൈകളെ നീ ശക്തീകരിക്കണമേ. ഭക്ഷണം നിന്റെ മക്കളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുവാൻ നിന്നുള്ള ആശ്രയത്തോടും ഉത്സാഹത്തോടും ഇവിടെ ജോലി ചെയ്യുന്നവർ പ്രവർത്തിക്കേണ്ടതിന് അവർക്ക് കൃപ നൽകണമേ. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ഇവിടെ അധ്വാനിക്കുന്നവരെ കാത്തു പരിപാലിക്കുവാനും നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങളുടെയും ദാതാവും അവയെ ഞങ്ങൾക്ക് നൽകുന്നതിനുമായ കാലാകാലം നൽകുന്നതിനുമായ നല്ല കർത്താവെ, ഈ സമ്പന്നശാല ദൈവമേ നിത്യവും അവിടുത്തെ മക്കൾക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് നിറയുവാൻ നിന്റെ മക്കളെ അവിടുന്ന് അവർക്ക് ധാരാളമായി നൽകുവാൻ ഇഷ്ടം തോന്നുമാറാകണമേ. അവയെ അവിടുത്തെ മഹത്വത്തിനും ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പ്രയോജനത്തിനായിട്ട് ഉപയോഗിക്കുവാനും അവിടുത്തെ മക്കളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ പരിപാലകനും രക്ഷകനുമായ യേശു മസിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ അതിമനോഹരമായ സമയത്തിനായി സന്തോഷവേളയ്ക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. വളരെ നാളത്തെ എൻ്റെ മക്കളുടെ ആഗ്രഹത്തിൻ്റെ ഫലമായി ഇപ്രകാരം അതിമനോഹരമായ ഒരു മിഷൻ ഭവനം ദേവാലയത്തോട് ചേർന്ന് നിർമ്മിക്കാൻ കാരണം അങ്ങോട്ട് കൃപ ചെയ്തല്ലോ. പ്രത്യേകിച്ച് ഈ അടുക്കളയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കും. ഇവിടെ ഓരോരോ സമയങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളോർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട കർത്തദാസന്മാരെ എല്ലാവരും ഓർക്കും. ഇതിൻ്റെ മക്കൾക്ക് ആവശ്യം വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറ്റവും രുചികരമായി പാകം ചെയ്ത് നൽകുവാൻ ഇവിടെ ജോലി ചെയ്യുന്ന മക്കളെ അവിടുന്ന് സഹായിക്കണം. അവരെ സഹായിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. സകലവിധമായ ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും എൻ്റെ മക്കളെ രക്ഷിക്കണമേ. കർത്താവ്, ഈ ലോകത്തിലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഭൗതിക ശരീരത്തിന് ഈ ലോകത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ ആവശ്യമാകുന്നുവല്ലോ. അത് സന്തോഷത്തോടും കർത്താവ് ഏറ്റവും ഉത്സാഹത്തോടും കൂടെ രുചികരമായി പാകം ചെയ്ത് നൽകി എൻ്റെ മക്കളെ ആത്മീയ ശുശ്രൂഷകളെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ മുഖാന്തരമായി ഭവിപ്പാൻ തക്കവണ്ണം ശുശ്രൂഷ ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കണം. അനുഗ്രഹിക്കണമേ, കൃപ ചെയ്യണം. ഇതിലൊക്കെ അങ്ങ് മാത്രം മുഖത്ത് കൊടുക്കണം. യേശുനാഥൻ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. സ്തോത്രം പറഞ്ഞ് കത്തിച്ചു. ആ തിരി, ആ മെഴുതിരി വെച്ചാൽ മതി, മറ്റേ തിരി വെച്ചാൽ മതി. ഇതെന്റെ മോളെ കിട്ടിട്ടു, എന്റെ മോളെ കിട്ടുകൊടുത്ത ആ മോളിൽ വെച്ചാൽ മതി, മോളിൽ വെച്ചാൽ മതി. അവിടെ വെച്ചാല് 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 എന്താ സ്തോത്രം പറഞ്ഞ പാൽക്കാലം എടുത്ത് വെച്ച് സ്തോത്രം പറഞ്ഞ് പാൽക്കാലം എടുത്ത് വെച്ച്
കത്തിപ്പിടിച്ചാൽ നോക്കണം. ഈ അടുപ്പ് കത്തിക്കുന്ന എങ്ങനെ നോക്കണം. ഇവിടെ പുകയെല്ലാം കളയണം നോക്കണം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ സഭയുടെ പ്രിയമക്കളുടെയും അതുപോലെ തന്നെ ഇവിടെ കലാകാലങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്ന ശുശ്രൂഷരെയും വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു മനോഹരമായ സൗകര്യപ്രദമായ ഒരു താമസ സ്ഥലം എന്നുള്ളത്. അത് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അത് ഇന്ന് നമുക്കതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അത് പ്രതിഷ്ഠിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പ്രത്യേകിച്ച് സഭാമക്കളെ ഓരോരുത്തരെയും അതുപോലെ തന്നെ ശുശ്രൂഷനെയും സഭയുടെ ഭരണസമിതി അംഗങ്ങൾ ഇത്രയും ബഹുമാനരായ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങളുടെ ഡയസൻ കൗൺസിൽ അംഗങ്ങൾ, കപ്പ്യാരച്ചൻ, അതുപോലെ തന്നെ ഈ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പ്രത്യേകമായ ചുമതല കൊടുത്ത കമ്മിറ്റി എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നമ്മളിവിടെ വായിച്ച് കേട്ടതുപോലെ തന്നെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് വായിച്ച വേദഭാഗം. അതോടൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇത് ഇപ്പോൾ ഒരു ദൈവഭവനമായിട്ട് മാറിയിരിക്കുക. സാധാരണ ഒരു കെട്ടിടമായിരുന്നു ഇത്, ഇപ്പോൾ നമ്മളത് ദൈവഭവനമായിട്ട് മാറ്റിയിരിക്കുക. ദൈവഭവനം എന്ന് പറയുന്നത് അത് ദൈവഭവനമായിട്ടിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങളും ദൈവവചനം വായിക്കുന്ന വായനാ ശബ്ദങ്ങളും പ്രാർത്ഥനാ ശബ്ദങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഈ ഭവനത്തിൽ നിന്ന് ഉയരണം എന്നുള്ളത് തന്നെയാണ്. ഇത് വഴിവക്കിൽ എസ്റ്റേറ്റിൻ്റെ നടുവിൽ എന്ന് വേണമെങ്കിൽ പറയാം ഇരിക്കുന്ന ഒരു ഭവനമാണ്. തീർച്ചയായിട്ടും ദേവാലയത്തിനോട് ചേർന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ദൈവ ശുശ്രൂഷകരാണ് ഇവിടെ താമസിക്കുന്നത്. എന്നിരുന്നാലും ഇവിടെ നിന്ന് ഇതൊരു ദൈവഭവനമായിട്ടിരിക്കുമ്പോൾ, ദൈവമക്കൾ പാർക്കുന്നിടമായിട്ടിരിക്കുമ്പോൾ അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്നുള്ള ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ശബ്ദമാണ്. അതിവിടെ ഉയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതൊരു വലിയൊരു സാക്ഷ്യം കൂടെയാണ് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഇത് എസ്റ്റേറ്റ് നമുക്കിതിന് വളരെ നല്ലൊരു കൈത്താങ്ങൽ നൽകിയിട്ടുണ്ട്. അത് ഞാൻ ഓർത്ത് അവർക്കും എസ്റ്റേറ്റ് ചുമതലക്കാർക്ക്, അതിൻ്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് എൻ്റെ മാനേജ്മെൻറ്റിന് എല്ലാവിധമായ നന്ദി സ്നേഹസമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് വിവിധങ്ങളായ ഭാഗങ്ങൾ സ്പോൺസർ ചെയ്തവരുണ്ട്, പണി ചെയ്തവരുണ്ട്, പണം കൊടുത്തവരുണ്ട്. എല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ സഭയുടെ സ്ഥാപിതമായ ഇന്നു മുതൽ ഓരോരോ കാലഘട്ടങ്ങളിൽ ചെറിയ വികസനങ്ങളാണ് നടന്നിട്ടുള്ളത്, നമുക്കറിയാം. ഞാൻ പറയാതെ തന്നെ അങ്ങനെ വളർന്ന് ഈ സഭ എന്തായി ഇത്രയും വലിയൊരു സഭയായി തീർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും ഈ സഭ വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എത്രയും സ്നേഹമുള്ള വികാരിച്ചൻ, അതുപോലെ തന്നെ സ്നേഹമുള്ള ഷാജി ആഗസ്തി സാറ്, അതുപോലെ തന്നെ നമ്മുടെ ശുശ്രൂഷകൻ ജെയിംസ് സാറ്, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കൊച്ചമ്മമാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എത്രയും സ്നേഹമുള്ള ബഹുമാനുള്ള പുണ്യാളച്ചൻ ഒക്കെയും നമുക്കിവിടെ ഉണ്ട്. അവരെയെല്ലാം ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് തുറന്ന് നമ്മൾ ആരാധനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. നമുക്ക് പ്രത്യേകമായി വീണ്ടും പ്രാർത്ഥിക്കും. ആശ്രയിക്കുന്ന എല്ലാവരെയും സംരക്ഷകനായ ദൈവമായ കർത്താവേ, ഇവിടെ പാർക്കുന്ന എല്ലാവരെയും അവിടുത്തെ ചിറകിൻ കീഴിൽ അവിടെ മറച്ചുകൊള്ളുമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എല്ലാ പരീക്ഷകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എൻ്റെ മക്കളെ കാത്തുകൊള്ളുമാറാകണമേ. അവിടുത്തെ സമർത്ഥ്യം നിന്ന് അവിടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുമാറാകണമേ. ക്രിസ്തുവിൻ്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ ധാരാളമായി വസിക്കുകയും അവർ ചെയ്യുന്നതിലെല്ലാം അവിടുത്തെ ആത്മാവിനാൽ അവർ നയിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ.
അവരുടെ ധനത്തിൻ്റെ എല്ലാ വിനിയോഗവും അവിടുത്തെ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനും ആയിരിക്കുമാറാകണമേ. അവിടുത്തെ രക്ഷയിൽ നിന്റെ മക്കളെന്നും സന്തോഷിക്കുമാറാകേണ്ടതിനും അവിടുത്തെ രാജ്യത്തിലെ സകല വിശുദ്ധന്മാരുടെ കൂടെ അവരെ പങ്കുകാരാക്കുമാറാകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭവനം ദൂതന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ടു. ദൂതന്മാരുടെ കർത്താവിനാൽ സഖായുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങയുടെ മക്കൾ ഇന്ന് പ്രവേശിച്ചിരിക്കുന്ന ഈ ഭവനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക ദൈവം വസിക്കുകയും അത് നീതിവാന്മാരുടെ തലമുറയിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. രണ്ടാമത്തെ 20. സർവശക്തനായ ദൈവമേ, നിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടല്ലോ. നിന്നെ സ്നേഹിക്കുന്നവർക്കായി നീ ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ ഞങ്ങൾ വരും വരെയും നിന്റെ സേവയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്താൽ അന്യോന്യം സേവിക്കേണ്ടതിനും നിന്റെ സംരക്ഷണത്താൽ ഞങ്ങളുടെ വാസസ്ഥലങ്ങളെ വലയം ചെയ്തുകൊള്ളണമെന്നും യേശുമശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. മനുഷ്യരെ കുടുംബമായി വസിക്കുമാക്കുന്ന ദൈവമേ, ഈ ഭവനത്തിൽ ഓരോ കാലത്തും കൂട്ടായ്മയിൽ വസിക്കുന്നവർക്കും നിന്റെ കൃപ നൽകണമേ. സ്നേഹത്തിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ സമാധാനവും അവരുടെ ഹൃദയങ്ങളിലും ഈ ഭവനത്തിലും വഴുമാകണമേ. അവർ ചെയ്യുന്നതിലൊക്കെയും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേലുണ്ടായിരിക്കുമാറാകട്ടെ. കരുണയുള്ള ദൈവമേ, ഭവനത്തെയും ഇതിലുള്ളവരെയും അനുഗ്രഹിക്കുകയും ദുഷ്ടനായവനിൽ നിന്നും ദുഷ്യമനുഷ്യരിൽ നിന്നും ഇവരെ കാത്തു സൂക്ഷിക്കുകയും കാലത്തുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും സ്നേഹം, സമാധാനം, ഐകമത്യം, ആത്മശരീരങ്ങളുടെ ആരോഗ്യം എന്നിവ ഇതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, സകല നീതിയുടെയും ശത്രുവായ സാത്താനെ ഈ ഭവനത്തിൽ നിന്ന് ആട്ടിക്കളയണമേ. അവനിതിൽ പ്രവേശിക്കുകയോ പ്രബലപ്പെടുകയോ ചെയ്യരുതേ. ഇതിൻ്റെ അടിസ്ഥാനം വിശ്വാസത്തിൻ്റെ പാർമേൽ ഉറപ്പിക്കുകയും ഇതിൽ നിത്യജീവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഭവനത്തിലെ പൈതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയെക്കുറിച്ചുള്ളതായ സ്നേഹത്തിലും ഭയത്തിലും അവർ വളരുവാനും വളർത്തപ്പെടുവാനും സഹായിക്കുമാറാകണമേ. തിരുവചനത്തിൽ മശിഹായുടെ അവയവങ്ങളും ദൈവമേ സ്വർഗരാജ്യത്തിൽ അവകാശികളുമായി തീരുവാൻ അവിടുന്ന് നിന്റെ മക്കൾ ദൈവരാജ്യത്തിൽ വളരുമാറാക്കുമാറാകണമേ. അവിടുത്തെ മക്കളുടെ നിർമ്മലമായ സന്തോഷവും കളങ്കമറ്റതായ സ്നേഹവും സമാധാനശീലവും ഈ ഭവനത്തെ സ്വർഗതുലിതമാക്കി തീർക്കുമാറാകണമേ. യേശുമശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സകല ജ്ഞാനത്തിൻ്റെ ഉറവിടമായ നിത്യദൈവമായ കർത്താവേ, ഇവിടെ വായനയിലും പഠനത്തിലും ഏർപ്പെടുന്നവരെ ദൈവമേ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നയിക്കുമാറാകണമേ. പഠനത്തിനാവശ്യമായ ഉത്സാഹവും സ്ഥിരതയും നൽകി അവരെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ദൈവികമായ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ അവരുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ. ഞങ്ങൾ നേടുന്നതായ പരിജ്ഞാനം മറ്റുള്ളവരുടെയും അഭിവൃദ്ധിക്കും നന്മയ്ക്കുമായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ വിശാലമായ ദർശനവും വിവേകവും അവിടുത്തെ മക്കൾക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു ഭവനം ദൈവഭവനമാണ് പ്രതിഷ്ഠിച്ച് വേർതിരിച്ചുവല്ലോ. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിലെ എല്ലാ ക്രിസ്തീയ ഭവനങ്ങളെയും നമുക്ക് ഓർക്കാം. എല്ലാ ക്രിസ്തേതര ഭവനങ്ങളെയും നമുക്ക് ഓർക്കാം. അവിടങ്ങളിൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. അവിടെയുള്ള മാതാപിതാക്കന്മാർ, പ്രായമുള്ളവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകം കുടുംബമാകുന്നുവല്ലോ. കുടുംബത്തിൽ നിന്നാകുന്നു നല്ല നല്ല സ്വഭാവമുള്ള ആളുകൾ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത്.
അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ, എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളും മറ്റെല്ലാ കുടുംബങ്ങളും ദൈവഭയമുള്ള കുടുംബങ്ങളായി, അവിടെയുള്ള മക്കൾ നന്മ പ്രചരിപ്പിക്കുന്നതിനായി തീരുവാൻ തക്കവണ്ണം, നല്ല സ്വഭാവ ഗുണങ്ങളായിട്ട് വളർത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നതിനൊക്കെ പ്രത്യേകമാണ് പ്രാർത്ഥിക്കുക. അങ്ങനെ നല്ലൊരു സമൂഹം, നല്ലൊരു സഭ സൃഷ്ടിക്കപ്പെടുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹം പകരുന്നതിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. എത്രയും സ്നേഹമുള്ള പുണ്യാളച്ചൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. எல்லாத்திலும் மேலாயும் அதிகமாக உபரியாக நேசித்து எங்களை இந்த உலகத்தை வழிநடத்துகிற நல்ல அன்புள்ள ஆண்டவரே, வானமும் பூமியும் சமுத்திரம் நீரூற்றும் அவை பொருள் யாவை உண்டாக்கி கர்த்தாவை எங்களையும் இன்பமாய் அன்றுள்ள ஆகாரமும் சரீர சுக ஞானவரங்களை தந்து போஷித்து நடத்துகிற நல்ல ஆண்டவரே, நன்றியோடு தோத்திரம். பல காலங்களில் கர்த்தாவே தோத்திரம், இந்த தெய்வ ஆலயத்தை மனோரமாகவும் ஆசீர்வாதமாகவும் கர்த்தாவே இந்த தேசத்தில் வைத்தீர். அதற்காக ஸ்தோத்திரம். வரக்கூடிய கர்த்தாவே ஊழியர்களுக்கு தங்க இடமில்லாமல் இருந்த பொழுது கர்த்தாவே தேவரீர் சுவாமி 4 பேர் கண்டு அதிசயிக்கத்தக்கொள்ளமாய் மனோகரമായ ஒரு பவனத்தை தந்திரே ஸ்தோத்திரம். இந்த பவனம் பிரியப்பட்ட மக்களுடைய கஷ்டப்பாடுகளினாலும் உதேசியும் கர்த்தாவே வளரேற பாரப்பட்டு கர்த்தாவே இந்த பவனத்தை உண்டு பண்ணும்படி கர்த்தருடைய கரம் பிள்ளைகளோடு கூட இருந்தபடியால் தோத்திரம். இந்த வீட்டினுடைய அலங்காரத்தையும் இந்த வீட்டினுடைய கர்த்தாவே தோத்திரம் மகிமையும் காணும் பொழுது நாங்கள் உமக்கு நன்றி ஹிருதயத்தோடு தோத்தரிக்கிறோம். இந்த பவனத்தில் வாசம் பண்ணுகிற உடைய பிள்ளைகளை ஆசீர்வதித்து வேலைகளை கழிந்து வரும் பொழுது நல்ல நித்திரை செய்யவும், ஆண்டவரே யாக்கோவை போல நல்ல தரிசனங்களை காணவும், அப்ரகாமை போல பரிசுத்தவான்களை ஆதரிக்கும் உள்ள பவனமாய் பவனத்தை தீர்த்தரலும். இந்த கரடைக்குடி தேசத்தில் இது ஒரு காவல்காரனாய் நிற்க கிருபை கொடும். ஒரு கிரீடமாய், ஒரு காவல்காரனாய், ஒரு எக்கால துணி வழங்கக்கூடிய பவனமாய் தீர்த்தரலும். இந்த தேவாலயமும் இந்த தேசத்திற்கு பிரகாசமாக இருக்க கிருபை கொடும். அதோடு கூடி இந்த பிரதிஷ்டைக்கு எங்களுடைய கர்த்தாவே பேராயரையும் கூட்டிக் கொண்டு வந்த கிருபைக்கா தோத்திரம். மகனையும் லட்சுமியை ஆசீர்வதித்தரலும், ஐயரையும் ஆசீர்வதித்தரலும். பிள்ளைகளை கர்த்தாவே ஆயுசு ஆரோக்கியத்தை தந்தரலும். 2024 டிசம்பர் மாதம் இந்த கர்த்தாவே 8ஆம் தேதி ஆண்டவரே எங்களை காத்த தெய்வமே, 2025 நாங்கள் வண்ணத்தில் குறவு உண்டாலும் எண்ணங்களில் கூடினவர்களாய் குறைவில்லாதவர்களாய் காணும்படி கிருபை செய்தரலும். எங்கள் கிறிஸ்திய குடும்பம் ஒரு குடும்பமும் ஆசீர்வதியும் ஆண்டவரே. அதிதி சல்காரத்திலும் எல்லாத்திலும் குடும்பங்கள் முந்திக்கொள்ள கிருபை கொடும். சபையில் பின்னிப்படைந்திருக்கிற குடும்பங்கள் தேவனுடைய ஆவியினால் ஒருமிச்சு சேர்க்கத்தக்கொள்ளுமாய் கிருபை கொடும். சபையும் சபையிலுள்ள சங்கடனை, அம்மமார் சங்கடனை, கர்த்தாவை யுவாக்கள், சண்டே ஸ்கூல், கொயர் இவ்வளவுமாய் எல்லா சங்கடங்களையும் ஆசீர்வதியும். இனி உள்ள சிரேஷ்டமுள்ள ஆராதனையிலும் ஆசீர்வதியும். இந்த வீட்டில் இனி வாசம் பண்ண போகிற பிரியப்பட்ட உபதேசியும் கொச்சமையும் மக்களை ஓர்ந்து ஜபிக்கிறேன். தேசத்திற்கு நம்முடைய பிள்ளைகளுடைய கர்த்தாவை எச்சரிப்பு தொனி, கர்த்தாவை நம்முடைய பிள்ளைகளுடைய காகல தொனி தேசத்துக்கு எச்சரிக்கையாக இருக்கிறது. வழி நடத்தும் இயேசு கிறிஸ்து மூலம் கேட்கிறோம் நல்ல பிதாவே, ആമേൻ. ആശീർവാദം. പ്രിയ സഹോദരങ്ങളെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വേർത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദരപ്രീതിയിൽ സ്ഥായിപ്പോണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. ആശയിൽ സന്തോഷിക്കുവിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരോടും സമാധാനമാചരിക്കുവിൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മുടെ ഫലകം ചെയ്യുകയാണ്. എല്ലാവരെയും കൊണ്ട് സഭയുടെ ചുമതലക്കാരെല്ലാവരും കൊണ്ട് വരാം. ശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഫലകം നാം അനാച്ഛാദനം ചെയ്യുന്നു. ആമേൻ.
പാച്ച. To the glory of God, CSI East Kerala Diocese, the St. Thomas CSI Church Mission House, Karadikudi, is dedicated by the Right Reverend V.S. Francis, Bishop of CSI East Kerala Diocese, on 8th December 2024, and the esteemed presence of the church family members and the church committee members, church wardens, John Raj, Devi Vincent, committee members. Then church worker, Evangelist A.C. James, church vicar, Dr. K.D. Devasya. നമ്മളിനി ആലയത്തിലേക്ക് പ്രാർത്ഥന ആരാധന. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭവനത്തിന്റെ പ്രതിഷ്ഠ ശുശ്രൂഷ നടത്തപ്പെട്ടു. എല്ലാവർക്കും 15 മിനിറ്റ് നമ്മുടെ ലഘുഭക്ഷണത്തിന് വേണ്ടി